ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ്. ഇന്ന് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മിനി ഫ്രിഡ്ജാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾ വേറെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഫ്രിഡ്ജ് നിർമ്മിക്കാൻ ആവശ്യമായ ബോക്സ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് മൾട്ടിവുഡ് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് പെൽറ്റിയർ മൊഡ്യൂൾ എന്ന് പറയുന്നൊരു ഉപകരണമാണ്. ഇതിലേക്ക് 12 വോൾട്ട് DC കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് അതിശക്തമായ തണുപ്പും അതിൻ്റെ മറുവശത്ത് നല്ല ചൂടും അതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സിങ്ക് വയ്ക്കുന്നുണ്ട്. ഒരു സിങ്ക് നമ്മൾ ചൂട് വലിച്ചെടുക്കണം, ഒരു സിങ്ക് തണുപ്പ് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയാണ് രണ്ട് സൈഡിലും സിങ്ക് വെച്ചെടുക്കണം. അപ്പോൾ ആ സിങ്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ചൂടും തണുപ്പും ട്രാൻസ്ഫർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ പെൽറ്റിയർ മൊഡ്യൂൾ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ തെർമൽ പേസ്റ്റ് എന്ന് പറയുന്നൊരു പേസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഹീറ്റ് സിങ്കുമായിട്ട് നമ്മൾ പെൽറ്റിയർ മൊഡ്യൂൾ ചേർത്ത് വയ്ക്കുന്നത്. രണ്ട് വശങ്ങളിലും നമ്മളത് യൂസ് ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത്. ഇപ്പം ഒരു വശത്ത് നമ്മൾ തെർമൽ പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെൽറ്റിയർ മൊഡ്യൂൾ സെറ്റ് ചെയ്തു. ഇനി മറുവശവും കൂടെ നമ്മൾ ചൂട് വരുന്ന ഭാഗത്ത് കൂടെ നമ്മൾ ആ തെർമൽ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫില്ലാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഹീറ്റാകുന്ന ഭാഗത്തുള്ള സിങ്കുമായിട്ട് അത് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ അകത്തെയും പുറത്തെ സിങ്കുകൾ തമ്മിൽ ഒരു സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ഒന്നിച്ച് ചേർക്കുകയാണ്. ഇപ്പോൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രണ്ട് സിങ്കും ഇടയ്ക്ക് പെൽറ്റിയർ മൊഡ്യൂളും എല്ലാം കൂടെ ഒരു ഒറ്റ പാർട്ടായിട്ടുണ്ട്. ഒറ്റ പാർട്ടായ ശേഷം നമുക്കിതിന് ആ ചൂടാകുന്ന ഭാഗത്തൊരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. DC ഫാനാണ്. 12 വോൾട്ട്, എല്ലാം 12 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് DC ഫാൻ കൂടെ നമ്മൾ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മൾട്ടിവുഡ് ഉണ്ട്. ആ മൾട്ടിവുഡിൻ്റെ കട്ടിങ്ങിലേക്ക് ഇപ്പോൾ വരുന്ന ഭാഗം അടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യുകയാണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് സിസ്റ്റം മറയ്ക്കുന്നതിനും ചൂട് തടയാനും വേണ്ടി ഒരു പീസ് സെറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ സോക്കറ്റാണ്. 12 വോൾട്ട് കൊടുക്കേണ്ട ഒരു സോക്കറ്റ്, പിന്നെ അതിൻ്റെ സ്വിച്ച്, ഇതൊക്കെയാണ് നമുക്കിനി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ 2 തട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടിയിലെ സെക്ഷൻ തുറക്കുമ്പോൾ നമുക്ക് അകത്തൊരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ LED ബൾബ് സെറ്റ് ചെയ്യുന്നത്. LED ബൾബ് ഒരു റെസിസ്റ്ററൊക്കെ വെച്ചിട്ട് അതിൻ്റെ വോൾട്ടേജ് കുറച്ചിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് അടിയിലെ തട്ടിലേക്ക് വേണ്ട പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ ആ സെറ്റ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അടിയിലെ ഹോളിലേക്ക് അതിൻ്റെ തണുപ്പ് വരുന്നതാണ് നമ്മൾ കയറ്റി കൊടുക്കുകയാണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്തതാണ്. അപ്പോൾ അത് പിടിപ്പിക്കുന്നതിനായിട്ട് ഒരു മൾട്ടിവുഡിൻ്റെ പീസൊക്കെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അതിലേക്കാണ് നമ്മൾ ഫാൻ സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻ ഏകദേശം സെറ്റായി കഴിഞ്ഞു. നമുക്കതിനൊരു കണക്ഷൻ കൊടുക്കണം. അപ്പോൾ പെൽറ്റിയർ മൊഡ്യൂളിൻ്റെയും നമ്മുടെ ഫാനിൻ്റെയും പോസിറ്റീവ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. അതുപോലെ നെഗറ്റീവ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡോർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വിച്ച് തന്നെ ഇടയ്ക്ക് വർക്കാവുന്ന കാണാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ലോക്ക് സെറ്റ് ചെയ്യണം. അതിന് മാഗ്നറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ മാഗ്നറ്റ് വഴിയാണ് നമ്മൾ ഡോർ ലോക്ക് ചെയ്യുന്നത്. അടുത്തായി നമ്മൾ പിടിപ്പിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഇച്ചിരി ഉയരം കിട്ടാനും ഒരു ഇളക്കം കുറയാനൊക്കെ ആയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ 2 ഭാഗമാണ് പിടിപ്പിക്കുന്നത്. അത് നമ്മൾ പശ ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തതായി ചെയ്യുന്നത് നമ്മൾ താഴ്വശത്ത് ചെയ്ത പെൽറ്റിയർ മൊഡ്യൂളിൻ്റെ ഫാനിൻ്റെ സെറ്റിൻ്റെ കണക്ഷൻ കൊടുത്തപോലെ തന്നെ മുകൾ വശത്തുള്ള ഫാനിൻ്റെയും അതുപോലെ പെൽറ്റിയർ മൊഡ്യൂളും ഫാനും ചേരുന്ന പോസിറ്റീവ് വയറുകൾ ഒന്നിച്ചും നെഗറ്റീവ് വയറുകൾ വേറെ സെപ്പറേറ്റ് ഒന്നിച്ചുമാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു അതിൻ്റെ സ്വിച്ചുമായിട്ടും സോക്കറ്റൊക്കെ ആയിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്.
ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മുകൾ സെക്ഷനും താഴെ സെക്ഷനും കൂടെ ജോയിൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഡോറ് തുറന്ന് വരുന്ന ആ സ്വിച്ചും ആ ബൾബും കൂടെ കണക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടി. 10 ആംപിയറാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫ്രീസറിന് ഉൾവശം തെർമോക്കോൾ പൊതിയുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ സിങ്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ തെർമോക്കോളിൽ ഫെവിക്കോൾ വെച്ചിട്ട് മേലത്തേക്ക് ഒട്ടിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ചുറ്റോട് ചുറ്റും എല്ലാ ഭാഗത്തും നമ്മൾ അത് കവർ എടുക്കുകയാണ്. അടുത്തതായി നമ്മൾ ഉണ്ടാകുന്നത് നമ്മുടെ പെൽറ്റിയർ മൊഡ്യൂൾ വർക്കാകുമ്പോൾ അതിൽ നിന്ന് ധാരാളം വെള്ളം ഇറ്റിട്ട് വീഴും. ആ വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ തെർമോക്കോളിലോട്ട് ആകാതിരിക്കാനും തെർമോക്കോൾ യൂസ് ചെയ്യുമ്പോൾ തെർമോക്കോൾ ഡാമേജ് ആയിരിക്കാനും വേണ്ടി ഒരു ട്രേ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനായി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് മുറിച്ചെടുത്ത ശേഷം അതിന് മേലെ മൾട്ടിവുഡ് വെച്ചിട്ട് സൈഡ് വെച്ച് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ട്രേബിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ട്രേയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കോർണറെല്ലാം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ലീക്ക് പ്രൂഫ് ആക്കുക എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള തെർമോക്കോളിൻ്റെ എഡ്ജ് പോർഷൻസ് എല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിച്ച് കൊടുക്കുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ്. ഗ്ലൂ ഗണ്ണ് ചെറിയ ചൂടിൽ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്, അല്ലെ ഉരുകി പോവുന്നത്. അതിനാൽ ചെറിയ ചൂടിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി പെയിൻറ്റിംഗ് ആണ് ചെയ്യാനുള്ളത്. പെയിൻറ്റ് ചെയ്തതിന് മുമ്പ് ഇതിൻ്റെ ആണിയുടെ ഹോളുകളും മുറിച്ച ഭാഗങ്ങളെ എഡ്ജുകളൊക്കെ കുത്തിയിട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മൾ പുട്ടിയിട്ടതായിട്ടുള്ള ഭാഗങ്ങളെല്ലാം 120 വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ഉരച്ച് സ്മൂത്ത് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അടുത്ത പെയിൻറ്റ് ചെയ്യുന്നതിനായി ഡോർ നമ്മൾ അഴിച്ച് മാറ്റി വേറെ മാറ്റി വെച്ചാണ് ചെയ്യുന്നത്. ബോട്ടിൽ സ്പ്രേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സുസുക്കി റെഡ് എന്ന് പറയുന്ന കളറാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ 2 കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ചൂട് പുറത്തേക്ക് പോകേണ്ട അതിൻ്റെ ഹോളുണ്ട്, ആ ഹോളിൽ നെറ്റ് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അടുത്ത നമ്മൾ ഇതിൻ്റെ ബോഡി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ പെയിൻറ്റ് പറ്റാൻ പാടില്ലാത്ത ഏരിയ എല്ലാം മറച്ച് കൊടുത്ത ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ മാറ്റി ബ്ലാക്കാണ് അടിക്കുന്നത്. ബ്ലാക്ക് അടിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ നമ്മൾ ഈ പെയിൻറ്റ് പറ്റാൻ പാടില്ലാത്ത ഏരിയകളെല്ലാം എന്തെങ്കിലും ഉപയോഗിച്ച് മാസ്ക് ചെയ്ത് കൊടുക്കും.
ഇനിയിപ്പോൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ച ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ചെറിയൊരു ഗ്രാഫിക്സ് വർക്ക് പോലെ ചെയ്യുകയാണ്. അപ്പോൾ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾ കണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അത് ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിലവിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ലൈൻസിന് ഇടയിലൂടെ എല്ലാം നമ്മൾ ബ്ലാക്കും വൈറ്റും ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് ചെറിയ ഗ്രാഫിക്സ് ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കറണ്ട് കൊടുക്കുകയാണ്. അഡാപ്റ്റർ വഴി 12 വോൾട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മിനി ഫ്രിഡ്ജിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വെള്ളം ടെസ്റ്റിങ്ങിന് വേണ്ടി വെക്കുകയാണ്. മേലെ ഫ്രീസറിൻ്റെ ഭാഗത്തും അടിവശത്തും ഓരോ ബോട്ടിൽ ചെറിയ ബോട്ടിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് നമ്മളൊരു കുറച്ച് 5-8 മണിക്കൂർ നമ്മൾ വെച്ചു. തുറന്നപ്പോൾ നമ്മൾ വെച്ച ബോട്ടിലെ വെള്ളമെല്ലാം അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. അതിൽ മേലെ ഫ്രീസർ സെക്ഷനിൽ വെച്ചതാണ് അത്യാവശ്യം തണുത്തത്, അടിയിൽ ചെറിയ തണുപ്പായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ഇത്രയും വലിയ ബോക്സ് ആയതുകൊണ്ട് അധികം തണുക്കില്ല. പിന്നെ നമ്മുടെ ഇത് ഒരിക്കലും അതിൽ ഐസാകുന്ന രീതിയിലോട്ട് തണുക്കാൻ സാധ്യതയില്ല, തണുത്തിട്ടില്ല. ഒരു ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് ഐസാകുന്നില്ല, അത്യാവശ്യം തണുത്ത് കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒരു അത്യാവശ്യം പകുതിയോളം വിജയിച്ചു തന്നെ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.